വാർത്താനേരം തുടരുമ്പോൾ തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം മൃഗശാലയിൽ എത്തിച്ച ഹനുമാൻ കുരങ്ങുകളിലൊന്ന് ചാടിപ്പോയിരുന്നു. ഇതിന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരവുമായി കമലേഷ് തെക്കേക്കാട് ഉണ്ട്. കമലേഷ്, തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? തുളസി, തെരച്ചിൽ ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഒരു ഹനുമാൻ കുരങ്ങ് മൃഗശാലയിൽ നിന്നും ചാടിപ്പോയത്. ഇതിനെ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച ഒരു കുരങ്ങാണിത്. ഇത് നാളെ ഇത് സന്ദർശകർക്ക് വേണ്ടി ഈ കുരങ്ങുകളെയും അതുപോലെ തന്നെ ഈ പുതുതായി എത്തിച്ച മൃഗങ്ങളെയും ഒക്കെ തുറന്നു കൊടുക്കേണ്ട ഒരു ദിവസമായിരുന്നു നാളെ. ഇതിന് മുന്നോടിയായി ഒരു ട്രയൽ എന്ന നിലയിൽ, അതായത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഹനുമാൻ കുരങ്ങിനെ തുറന്ന സാഹചര്യത്തിലാണ് ഈ ഹനുമാൻ കുരങ്ങ് ചാടി രക്ഷപ്പെടുന്ന ഒരു നിലയുണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വ്യാപകമായ തിരച്ചിൽ ആരംഭിച്ചിരുന്നുവെങ്കിൽ പോലും കുരങ്ങിനെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എന്നതാണ് ഏറ്റവും പുതിയ ഒരു വിവരം. കുരങ്ങിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്കൊക്കെയും ഒരു ജാഗ്രതാ മുന്നറിയിപ്പ് ഈ മൃഗശാല അധികൃതർ നൽകിയിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഹനുമാൻ കുരങ്ങ് എന്ന് പറയുന്നത് അല്പം അക്രമ സ്വഭാവമുള്ള ഒരു കുരങ്ങാണ്. ഇത് നേരത്തെയും ആളുകളിങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ കുരങ്ങുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളെ ആക്രമിക്കുന്ന നിലയുണ്ടാകുമോ, ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന നിലയിലുള്ള ആശങ്കകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളും ചെറിയ തോതിലൊരു ഭീതിയിലാണുള്ളത്. എല്ലാവർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കുരങ്ങിനെ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മൃഗശാല അധികൃതരെ അറിയിക്കണം എന്ന തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളെ അടക്കം പുറത്ത് ഇറക്കുന്നതടക്കം അത് ഒരു ശ്രദ്ധ എല്ലാ നേരത്തും വേണം. ഇത്തരത്തിലൊരു കുരങ്ങ് മൃഗശാലയിൽ നിന്നും പുറത്ത് ചാടിയിട്ടുണ്ട് എന്നൊരു നിർദ്ദേശം ഈ സ്ഥലത്തുള്ള ആളുകൾക്കൊക്കെ നൽകിയിട്ടുണ്ട്. മൃഗശാല അധികൃതർക്കൊപ്പം തന്നെ ഇന്നലെ രാത്രി ഏറെ വൈകിയും ഈ നാട്ടുകാരും ചേർന്നാണ് തെരച്ചിൽ നടത്തിയിട്ടുള്ളത്. 2 സിംഹങ്ങളെ കൂടി ഇവിടെ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇവയെല്ലാം നാളെ സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കാനിരിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കുരങ്ങ് ചാടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇത് ചാടിപ്പോയതിന് പിന്നാലെ ഈ ഹനുമാൻ കുരങ്ങിനെ ആരെങ്കിലും കണ്ടതായോ, അങ്ങനെ എന്തെങ്കിലും സൂചന വല്ലതും ലഭിച്ചിട്ടുണ്ടോ? കമലേഷ്, അതായത് ഈ കുരങ്ങ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് ചാടിപ്പോയത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് എവിടെയെങ്കിലും ആരെങ്കിലും കണ്ടതായിട്ട് വല്ല സൂചനയോ മറ്റോ ലഭിച്ചിട്ടുണ്ടോ ഈ ഇത്തരത്തിലൊരു കുരങ്ങിനെ, പ്രദേശവാസികളോ മറ്റോ? തുളസി, ഇന്ന് അത് സംബന്ധിച്ച വിവരങ്ങളില്ല. അതേസമയം ഇന്നലെ വൈകിട്ട് ഇത് ചാടിപ്പോയ ഘട്ടത്തിൽ അതിനുശേഷം ചില ആളുകൾ കുരങ്ങിനെ ചില തെങ്ങിൻ്റെ പുറത്തൊക്കെ ഇരിക്കുന്നതായി കണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മൃഗശാല അധികൃതർ ഇന്നലെ ഇതിനു വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കി നടത്തിയത്. ഇതിനെ കണ്ടു എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇന്നലെ രാത്രി ഏറെ വൈകിയും തെരച്ചിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മൃഗശാല അധികൃതർക്കൊപ്പം തന്നെ നാട്ടുകാരും ചേർന്നാണ് കുരങ്ങിന് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയത്. ഇന്നലെ രാത്രി ചിലയിടങ്ങളിൽ, ഞാൻ സൂചിപ്പിച്ചതുപോലെ ചിലയിടങ്ങളിൽ കുരങ്ങിനെ കണ്ടു എന്നതൊഴിച്ചാൽ ഇന്നിപ്പോൾ എവിടെയാണ് കുരങ്ങ് എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണയും ഈ മൃഗശാല അധികൃതർക്കോ നാട്ടുകാർക്കോ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രി ആയതുകൊണ്ടാണ് ഇത് വലിയൊരു പ്രയാസത്തിലേക്ക് നീങ്ങിയത്. ഇന്നാണെങ്കിൽ പോലും ഇപ്പോൾ കുരങ്ങ് ഏതെങ്കിലും ഉയരമുള്ള മരത്തിൻ്റെയോ ഒക്കെ മുകളിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഈ കുരങ്ങിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ കുരങ്ങ് റോഡിലോ അല്ലെങ്കിൽ നിലത്തിറങ്ങുകയോ സഞ്ചരിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ കുരങ്ങിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും തരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉയരമുള്ള ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലൊക്കെ കുരങ്ങ് ഇരിക്കുകയോ അല്ലെങ്കിൽ സഞ്ചരിക്കാതിരിക്കുകയോ എവിടെയെങ്കിലും ഒരിടത്ത് തന്നെ നിൽക്കുകയോ ചെയ്താൽ ഇതിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അസാധ്യമാവുകയാണ്. സ്വാഭാവികമായും വളരെ വലിയൊരു പ്രയാസം ഇത് സംബന്ധിച്ച് ഈ പ്രദേശവാസികളായ ആളുകൾക്കുണ്ട്. വലിയൊരു ഭീതിയിലാണ് ആളുകളുള്ളത്. ഏതെങ്കിലും നിലയിൽ കുരങ്ങ് ആക്രമിക്കുമോ എന്നൊരു ഭീതിയുണ്ട്. ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ തന്നെയാണ് മൃഗശാല അധികൃതർ നാട്ടുകാർക്ക് നൽകിയിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾ, ഈ നന്തൻകോട് അടക്കമുള്ള പ്രദേശത്തുള്ള ആളുകൾ അല്പം ജാഗ്രതയിലാണ് ഇപ്പോഴുള്ളത്. നാട്ടുകാരും ചേർന്ന് മൃഗശാല അധികൃതരുമായി ഒപ്പം ചേർന്ന് തന്നെ തെരച്ചിൽ തുടരുകയാണ്. നാളെ ഈ പുതിയതായി വന്നിട്ടുള്ള മൃഗങ്ങളെ അടക്കം സന്ദർശകർക്ക് തുറന്നു കൊടുക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. തുളസി.
കമലേഷ്, അതുപോലെ തന്നെ സിംഹങ്ങളെയും ഈ മ്യൂസിയത്തിലേക്ക് എത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇതൊരു സുരക്ഷാ വീഴ്ചയായി തന്നെയല്ലേ കാണേണ്ടത്? അങ്ങനെയെങ്കിൽ സുരക്ഷാ ജീവനക്കാർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടിയോ മറ്റോ സ്വീകരിച്ചിട്ടുണ്ടോ? തുളസി, ആ നിലയിലുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ആദ്യം തന്നെ ഇത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് ഈ കുരങ്ങ് ചാടിപ്പോകാനുണ്ടായ ഒരു കാര്യം എന്താണ്, ഏത് നിലയിലാണ് ഇത് ചാടിപ്പോയത്, എന്താണ് ഇതിൻ്റെ പിന്നിലുണ്ടായ കാര്യം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ കൈവന്നാൽ മാത്രമേ എന്ത് തരത്തിലുള്ള നടപടി ആർക്കെതിരെ എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തമാവുകയുള്ളൂ. അത്തരം നടപടികളിലേക്കൊന്നും ഇപ്പോൾ മൃഗശാല അധികൃതർ കടന്നിട്ടില്ല. സ്വാഭാവികമായും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ കൂട് തുറന്നപ്പോൾ വളരെ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഈ കുരങ്ങ് ചാടിപ്പോവുകയും അതിൻ്റെ ഈ മൃഗശാലയുടെ മതിൽക്കെട്ട് കടന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത്, ഇതിന് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാതെയാണോ കുരങ്ങിനെ തുറന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഇതിൽ ആരാണ് ഇതിൽ ഉത്തരവാദി, ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം തീർച്ചയായും നടക്കേണ്ടതുണ്ട്. വളരെ വലിയ ഒരു സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ ഒരു കൃത്യവിലോപം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. വളരെ റെയറായിട്ടുള്ള ഒരു കുരങ്ങാണ് നമ്മളെ സംബന്ധിച്ച് ഈ ഹനുമാൻ കുരങ്ങ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഈ കുരങ്ങ് ചാടിപ്പോവുക വഴി മൃഗശാലയിൽ നിൽക്കേണ്ട ഒരു കുരങ്ങ് നഷ്ടപ്പെടുന്നു എന്നതിനൊപ്പം തന്നെ ഇത് നാട്ടുകാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടായേക്കാം, ഒരു ഭീതി ജനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ രണ്ട് സാഹചര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി ഈ വിഷയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നത് വളരെ കൃത്യമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ടതുമുണ്ട്. ഇതിന് പിന്നാലെയാവും ഈ ആർക്കെതിരെ എന്തൊക്കെ തരത്തിലുള്ള നടപടി എടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ തുളസി. അതോടൊപ്പം ഈ കുരങ്ങിനായുള്ള തെരച്ചിലാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മൃഗശാല കാണുന്നത്. കമലേഷ്, ഒരു കാര്യം കൂടെ, ഇതൊരു പ്രത്യേക ഇനത്തിൽപ്പെട്ട കുരങ്ങാണെന്നാണ് പറയുന്നത്, ഹനുമാൻ കുരങ്ങ്. അപ്പോൾ ഇതിന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയായിരുന്നു? ഇങ്ങനെ ചാടിപ്പോയൊരു സാഹചര്യത്തിൽ മഴക്കാലമാണ്, കാലാവസ്ഥകൾ മാറി മറിയുകയാണ്. ഇത് ഈ കുരങ്ങിന്റെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ? തുളസി, നിലവിൽ ഈ കുരങ്ങ് ചാടിപ്പോകുന്ന ഘട്ടത്തിൽ കുരങ്ങിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരുന്നു. അതായത് നല്ല നിലയിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും കുരങ്ങിനുണ്ടായിരുന്നില്ല. പൂർണ്ണ ആരോഗ്യവാനായിരുന്നു കുരങ്ങ്. അതുകൊണ്ട് തന്നെയാണ് നാളെ ഈ മൃഗങ്ങളെയാകെ തന്നെ തുറന്നു കൊടുക്കാം, അതായത് സന്ദർശകർക്കായി തുറന്നു കൊടുക്കാം എന്നുള്ള നിലയിലേക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. മറ്റ് പ്രശ്നങ്ങളൊന്നും നിലവിൽ ഈ കുരങ്ങിന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് പുറത്ത് കടന്ന സാഹചര്യത്തിൽ, ഇത് കുറേ കാലമായി മൃഗശാലകളിൽ താമസിക്കുന്ന കുരങ്ങാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ ഇത് എന്താണ് ചെയ്യുക, എന്തൊക്കെയാണ് ഭക്ഷിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആ നിലയിൽ ഒരു ആശങ്ക മൃഗശാല അധികൃതരെ സംബന്ധിച്ച് ഈ ഘട്ടത്തിലുണ്ട്. എന്ത് സംഭവിക്കും എന്നതടക്കം. അത് മഴക്കാലമാണ്, മറ്റെന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ട്, ഒരു ആശങ്കയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ എന്തായാലും നിലവിൽ ഈ കുരങ്ങ് ചാടിപ്പോകുന്ന ഘട്ടത്തിൽ കുരങ്ങിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും തരത്തിലൊരു പ്രയാസം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ കുരങ്ങിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് തുളസി.